8 ദിവസമാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം. കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നു. ഒരു കൂട്ടം സ്ത്രീകൾ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ സമരം ചെയ്യുന്നു. കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോഴും ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കുകയാണ് സർക്കാർ. സർക്കാർ അങ്ങനെ സമരം തള്ളുകയാണോ? ആശാവർക്കർമാരെ ആട്ടിപ്പായിച്ചാണ് ഈ സമരവേദിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചത്. അതോടെ സർക്കാരും ഈ സമരം തള്ളുന്നതോടെ സ്വാഭാവികമായിട്ടും പിന്നെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഈ പ്രതിഷേധം കടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ സെക്രട്ടേറിയറ്റ് മുന്നിലെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്നു ആശാവർക്കർമാർ. 8 ദിവസമാകുന്ന സമരത്തിന് അതേസമയം പിന്തുണയും കൂടി വരുന്നു. കോവിഡ് പടർന്നു പിടിച്ച് ആരും പുറത്തിറങ്ങാത്ത ആ ദുരിതകാലം ഓർമ്മയില്ലേ? കോവിഡ് രോഗികളെ കണ്ടെത്താനും അവർക്ക് സൗകര്യമൊരുക്കാനും നമുക്കൊരു ദൗത്യസേനയുണ്ടായിരുന്നു. സ്വന്തം ജീവനുകൾ പോലും പണയപ്പെടുത്തി അന്ന് അവർ കാട്ടിയ ധൈര്യമായിരുന്നു കേരളത്തിന്റെ കരുത്ത്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയ്ക്ക് നേരവകാശികളായ ആശാവർക്കർമാർ ഇന്ന് സമരരംഗത്താണ്. രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ ആരോപണങ്ങൾ ഇവരുടെ സമരാവേശം ഇരട്ടിപ്പിക്കുകയാണ്. ഇന്ന് ഒരു തൊഴിലുറപ്പുകാരുടെ കൂലി എത്രയാ? ഇന്നൊരു ഹോം നഴ്സിംഗിന് പോകുന്നവരുടെ കൂലി എത്രയാ? അവർ വാങ്ങുന്ന ശമ്പളം എത്രയാ? മന്ത്രിയുടെ വീട്ടില് കുട്ടികൾക്ക് മിഠായി വാങ്ങുന്ന, മധുരപലഹാരം വാങ്ങുന്ന കാശ് പോലും ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ 10 മുതലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിച്ച് രാപ്പകൽ സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ ഇങ്ങനെ നീളുന്നു: 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്യുക, ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, മറ്റു സർക്കാർ ജീവനക്കാരെ പോലെ പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക. ഇങ്ങനെ നീളുന്നു ആവശ്യങ്ങൾ. സമരം ഒത്തുതീർപ്പാക്കാൻ ആദ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറും പിന്നീട് ആരോഗ്യമന്ത്രിയും ചർച്ച നടത്തി. കൃത്യമായ ഉറപ്പുകൾ സർക്കാർ നൽകിയില്ല. ഇതോടെ 20-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം പ്രഖ്യാപിച്ച് സമരം കടുപ്പിക്കാനാണ് നീക്കം. സമരക്കാരുടെ ആവശ്യം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ് സമരം ഒത്തുതീർപ്പാക്കാനും ശ്രമം നടത്തുന്നുണ്ട്. സമരക്കാരെ നേരിടുന്ന സർക്കാരിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: ഓണറേറിയം മുടങ്ങിയതിന് കാരണം കേന്ദ്രവിഹിതം കിട്ടാത്തതുകൊണ്ട്. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഓണറേറിയം നൽകുന്നു. പ്രതിമാസം 13,200 വരെ കിട്ടുന്നുണ്ട് എന്നാണ് സർക്കാർ വാദം. ആശാവർക്കർമാർക്ക് പെൻഷൻ പദ്ധതി സാധ്യമല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള താൽക്കാലിക ജീവനക്കാരാണവർ. 2016-ൽ 1000 രൂപ എന്നത് ഘട്ടം ഘട്ടമായി ഉയർത്തി നൽകിയെന്നതാണ് സർക്കാരിന്റെ വാദം. എന്നാൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുതൽ വിവിധ ആരോഗ്യ സർവേ വരെ നിർവഹിക്കുന്ന ഈ ആശാവർക്കർമാർക്ക് ജോലിക്ക് തുല്യമായ വേതനം കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. 13,200 രൂപ വരെ കിട്ടുമെന്നാണ് സർക്കാർ വാദമെങ്കിലും ഇതൊരിക്കലും കിട്ടിയിട്ടില്ലെന്ന് ആശാവർക്കർമാർ പറയുന്നു. സാമൂഹിക ആരോഗ്യ രംഗത്തെ കേരള മാതൃകയ്ക്ക് കാരണക്കാരായ ഇവരെ ചേർത്ത് നിർത്തണം. 25,000-ഓളം വരുന്ന കേരളത്തിന്റെ ഈ ആരോഗ്യസേനയുടെ ആവശ്യങ്ങളിൽ രാഷ്ട്രീയം കാണുന്നതിന് മുമ്പ് അവരുടെ വേതന കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കാനും സർക്കാരിന് കഴിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സമരപന്തലിൽ നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ധനമന്ത്രിയുടെ നിലപാട് ഒരു വശത്ത്, ഒപ്പം ആരോഗ്യവകുപ്പ് തന്നെ ന്യായീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഉയർന്ന ഓണറേറിയം ഇവിടെ നൽകുന്നു എന്നുള്ള കണക്കടക്കം സർക്കാർ പറയുന്നു. അപ്പോഴും അതായത് ഇനി സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുകയില്ല എന്നുള്ളൊരു സന്ദേശമാണോ സർക്കാർ സമരക്കാർക്ക് നൽകുന്നത്? അതോ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇത് പരിഗണിക്കാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടോ? ഏത് തരത്തിലാണ് ഈ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുന്നത് സമരക്കാർ? 20-ാം തീയതി വരെ ഈ രീതിയിലുള്ള ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് പോലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. രാഷ്ട്രീയ പ്രേരിതമാണ്, ആരോ കുത്തിയിളക്കി വിട്ടതാണെന്ന മന്ത്രിയുടെ വാദങ്ങളൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് ഇവർ പൂർണ്ണമായും ആ ഒരു ആരോപണങ്ങൾ തള്ളുകയാണ്. ഇത് കൃത്യമായ ആവശ്യത്തിന്റെ പ്രകാരമുള്ള സമരം, അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇതിനുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ KHWയുടെ ജനറൽ സെക്രട്ടറി ബിന്ദു ചേരുന്നുണ്ട്. സർക്കാർ ഇന്നലെ അതിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇത് ആരോ കുത്തിയിളക്കി വിട്ട സമരമാണ്. അതുപോലെ തന്നെ ഇത് രാജ്യത്ത് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നൊക്കെയാണ് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ്, അതുപോലെ KN ബാലഗോപാൽ ധനമന്ത്രിയൊക്കെ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ആശാവർക്കർമാരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സമരത്തെക്കുറിച്ച് സമരം കണ്ട് ഇത്രയും വലിയ ജനപിന്തുണയോടുകൂടി സമരം പോകുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ പരിഭ്രാന്തരായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ
നമ്മുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറയുന്നത്. നമ്മളെ ഇവിടെ അവഹേളിച്ചോ അപമാനിച്ചോ നമ്മളെ മാനസികമായി തകർക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെയുള്ള ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്നത്. ആരുടെയെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടിത്തെളിച്ചിരുന്ന ഏതെങ്കിലും ഏജൻസികൾ കൊണ്ടുവരുന്ന ആളുകളോ ഒന്നും അല്ല ഇരിക്കുന്നത്. തൊഴിലെടുക്കുന്ന ആളുകൾക്കറിയാം ട്രേഡ് യൂണിയൻ സംഘടിക്കേണ്ടതിന്റെ ആവശ്യകത. അത് ബോധ്യപ്പെട്ടിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ സമരം ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്ര പോലും ഓണറേറിയം ഇല്ല. ഏറ്റവും വലിയ ഓണറേറിയം കേരളമാണ് കൊടുക്കുന്നത്. അങ്ങനെയാണോ? എന്തിനാണ് അങ്ങനെ പരിശോധിക്കുന്നത്? എന്തിനാണ് അത് അവർക്ക് പരിശോധിച്ച് നോക്കാം. ഇപ്പം സിക്കിമിൽ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച് അത് പാർലമെന്റിൽ 2024 അവതരിപ്പിച്ച ഒരു കണക്കാണ്. സിക്കിമിൽ 10,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് പരിശോധിച്ച് നോക്കണ്ടേ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ വില സൂചികയും ജീവിത സൂചികയും അല്ലല്ലോ കേരളത്തിൻ്റെത്. എല്ലാത്തിനും അതിഭീമമായ ഇത്രയും വിലക്കയറ്റുള്ള വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? അതിനനുസരിച്ച് ജീവിക്കാൻ ഉള്ള തുക കൊടുക്കണം. ഒരു ദിവസം 232 രൂപ എന്ന് പറഞ്ഞാൽ അതെന്ത് വരുമാനമാണ്? അതല്ലേ പരിശോധിച്ച് നോക്കേണ്ടുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നു, ഇവിടെ ഞങ്ങൾ കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം 232 രൂപയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാണ് ആശാവർക്കർമാർക്ക് 13,200 രൂപ കിട്ടുന്നുണ്ടെന്ന്. കേരളത്തിലെ എത്ര ആശാവർക്കർമാർക്ക് ഇതിനകം 13,200 രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അവർ തന്നെ പറയട്ടെ. ഈ അസത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരാശയ്ക്കും ഈ 17 വർഷമായി ഇന്ന് വരെ 13,200 രൂപ എന്ന് പറയുന്നൊരു തുക കിട്ടിയിട്ടില്ല. തന്നെയല്ല ഈ ഇൻസെന്റീവുകൾ ഓണറേറിയം മുടക്കം വന്നിട്ട് മാസങ്ങളുടെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഒന്നിച്ചു കൊടുക്കാറ് പോലും ഇല്ല. ഇപ്പൊ 2 മാസത്തെ വന്നു, അത് രണ്ട് പ്രാവശ്യമായിട്ടേ കൊടുക്കത്തുള്ളൂ. അതിന് ക്രൈറ്റീരിയ ഉള്ളത് കാരണം 7,000 രൂപ ആർക്കും കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ തുക കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും വീടുകൾ ജപ്തി ഭീഷണി വന്നിരിക്കുകയാണ്. കടം വാങ്ങിച്ചത്, ലോൺ എടുത്തത്, വട്ടിപ്പലിശയ്ക്ക് വാങ്ങിച്ചത്, ഇതൊക്കെ ഈ ചെറിയ തുകയിൽ നിന്നും തിരിച്ചടയ്ക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് സമയത്തിന് കിട്ടിയില്ലെങ്കിലോ മറ്റൊരു സ്റ്റേറ്റിലും ഇങ്ങനെ പെൻഡിങ് വരുന്നില്ല. സർക്കാർ ഒരു തവണ മന്ത്രി തന്നെ ചർച്ച നടത്തി തോന്നുന്നു അല്ലേ? അല്ലാതെ ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് നടത്തിയിട്ടുണ്ട്. ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ പ്രതീക്ഷയുണ്ടോ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടും? ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. ചർച്ചയ്ക്ക് വിളിക്കണം നമ്മളെ. പക്ഷെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നും അതിന് എന്ത് പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയുമെന്നുമുള്ള ബന്ധപ്പെട്ട എല്ലാ വകുപ്പുമായിട്ട് ചർച്ച നടത്തി ഒരു അതിനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു ചർച്ച എന്ന് പറഞ്ഞ് പ്രഹസനം വേണ്ട. അല്ല, അങ്ങനെ വേണ്ട. കാരണം അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ളായിരുന്ന ഒരു ചർച്ചയല്ല. ഞങ്ങൾ സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് മന്ത്രി അവിടെ വിളിച്ചാണ്. അവരുടെ മുന്നിലുള്ള പരാധീനതകളും ബുദ്ധിമുട്ടുകളും അവതരിപ്പിച്ച് നമ്മൾ ഈ സമരം പിൻവലിക്കണമെന്നാണ് മന്ത്രി നമ്മളോട് ആവശ്യപ്പെട്ടത്. അതല്ല നമ്മൾ വെച്ച ഡിമാൻഡിന്മേൽ ഒരു സെറ്റിൽമെന്റ് ഫോർമുല അങ്ങനെ ഒരു ഡിസ്കഷനേ നടത്തിയിട്ടല്ല മന്ത്രി വന്നത്. അപർണ, ആശമാരുടെ നിലപാടും അവരുടെ ആവശ്യവും വ്യക്തമാണ്, കൃത്യമാണ്. ഈ വലിയ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക്, രാഷ്ട്രീയം പരമായി കുത്തിയിളക്കി വിട്ടെന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയമുണ്ടോ ആശമാർ? ഇല്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്വന്തം ഇഷ്ടത്താൽ വന്നതാണ്, അല്ലാതെ ആരും പ്രേരിപ്പിച്ചിട്ടോ കുത്തി ഇളക്കിയിട്ടോ വന്നതല്ല. എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുള്ളവരുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, അതെ, പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ ആശാവർക്കർ സമരത്തിന് എത്തുന്നുണ്ട്. മന്ത്രിയുടെ പാർട്ടിക്കാരൊക്കെ ഇതിനകത്തുണ്ടോ? മന്ത്രിയുടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ പാർട്ടിക്കാരിലുള്ള ആൾക്കാരുണ്ട്. ആശമാരുടെ ആവശ്യം ഒന്നാണ്, ഞങ്ങൾ ആശമാർ ഒന്നാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് നിറവേറ്റി തന്നേ പറ്റുള്ളൂ. കാരണം എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ MSS